ഈ ഒരു ടിപ്പ് നിങ്ങൾ ഇപ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ ക്ലിപ്പിൽ കാണുന്ന പോലെ അടിയിലുള്ള പ്ലീറ്റ്സൊക്കെ പുറത്തേക്ക് തള്ളി വരും. പിന്നെ നിങ്ങളിത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ചാലും അതൊരു നീറ്റ് ആവില്ല. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബ്യൂട്രിക്സ്. ഞാൻ ജീനു. ഇന്നത്തെ വീഡിയോ സെറ്റ് സാരി ഡ്രേപ്പിംഗ് വീഡിയോ ആണ്, ട്യൂട്ടോറിയലാണ്. അയോണിങ്, പ്ലീറ്റിംഗ്, ഡ്രേപ്പിംഗ് ഇത് 3 വരുന്നുണ്ട്. അപ്പോൾ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടാണ് പറഞ്ഞു തരുന്നത്. പിന്നെ എൻ്റേതായ കുറച്ച് ടിപ്സ്, എൻ്റേതായ മീൻസ് പല വീഡിയോസും റെഫർ ചെയ്തിട്ട് ഞാൻ പണ്ട് തൊട്ടേ ഫോളോ ചെയ്യുന്ന കുറച്ച് ടിപ്സും ട്രിക്സൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നമുക്ക് സാരി ഡ്രേപ്പ് ചെയ്ത് ലാസ്റ്റ് ഔട്ട്പുട്ടിൽ വളരെ നീറ്റായിട്ടുള്ള ലുക്കായിരിക്കും തരുന്നത്. അതൊക്കെ ശ്രദ്ധിച്ചാൽ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ നമ്മളിവിടെ ആദ്യം മുന്താണിയാണ് എടുക്കുന്നത്, അല്ലെങ്കിൽ പല്ലു. നമ്മൾ അതെടുത്തു കഴിഞ്ഞു. ഇനി അതിൻ്റെ ഫ്രണ്ടും ബാക്ക് സൈഡും കറക്റ്റായിട്ട് നോക്കുക. രണ്ടും ഏകദേശം സെയിം ആയിട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് കൺഫ്യൂസ്ഡ് ആവാതെ. ഇതാണ് ഫ്രണ്ട്, ഇതാണ് ബാക്ക്. നമ്മൾ ഫ്രണ്ടിലെടുത്തിട്ട് ഫസ്റ്റ് പ്ലീറ്റ് കുറച്ച് വിട്ടിലെടുക്കുക. നമ്മൾ നോർമലി എടുക്കുന്നതിനേക്കാളും കുറച്ച് ഒരു 1/2 ഇഞ്ച് കൂടുതലെടുത്താൽ മതി. നമ്മൾ ഷോൾഡറിൻ്റെ ആ ഒരു മെഷർമെൻറ്റൊക്കെ നോക്കുക. കറക്റ്റ് നമ്മളുടെ ആ ഒരു ഷോൾഡറിൻ്റെ വിട്ടിലെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു സ്ലിം ആയിട്ടുള്ളൊരു ലുക്ക് വരും. കണ്ടോ? അപ്പോൾ നമ്മളിത് ആ ഫസ്റ്റ് പ്ലീറ്റ് കുറച്ച് വിട്ടിലെടുത്തു. ബാക്കി എല്ലാ പ്ലീറ്റ്സും ഒരേപോലെ കുറച്ച് ചെറുതാക്കി എടുക്കുക. അങ്ങനെ ഒരുമിച്ച് വരാതെ കുറച്ച്, കണ്ടില്ല, ഒരു 1/2 ഇഞ്ച് വ്യത്യാസം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ ഇപ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ ക്ലിപ്പിൽ കാണുന്ന പോലെ അടിയിലുള്ള പ്ലീറ്റ്സൊക്കെ പുറത്തേക്ക് തള്ളി വരും. പിന്നെ നിങ്ങളിത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ചാലും അതൊരു നീറ്റ് ആവില്ല. അപ്പോൾ നമുക്കിനി ബാക്കിയുള്ള പ്ലീറ്റ്സൊക്കെ എടുക്കാം. ബാക്കിയുള്ള പ്ലീറ്റ്സ് എടുത്തു കഴിഞ്ഞു. പക്ഷേ ഇതിലൊരു മിസ്റ്റേക്ക് ഉണ്ട്. അതായത് ഫസ്റ്റ് പ്ലേറ്റും ലാസ്റ്റ് പ്ലേറ്റും ഒരേ ഡയറക്ഷനിലേക്കാണ് വന്നിരിക്കുന്നത്. അങ്ങനെ വരാൻ പാടില്ല. ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡയറക്ഷനിൽ വേണം വരാനായിട്ട്. അപ്പോൾ നമുക്കിനി ഇത് ഒന്നും കൂടെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. സിമ്പിളാണ്. അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുന്നതാണ്. ഇപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കിട്ടി. ഇനി നമുക്കതൊരു പിൻ വെച്ച് സെക്വയർ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഗ്യാപ്പ് ഇട്ട് ഒന്നും കൂടെ ഒന്ന് പിൻ വെച്ച് സെക്വയർ ചെയ്യണം. നമുക്കിനി ഷോൾഡറിന് അങ്ങോട്ട് താഴേക്ക് ഇടാനുള്ള പ്ലേറ്റ് അല്ലേ, അപ്പോൾ നമുക്ക് നല്ല ലെങ്ത്ത് വേണമല്ലോ അത്യാവശ്യം. അപ്പോൾ അതിനുള്ളതാണ് ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പിന്നെ കുത്തിയ സ്ഥലത്ത് അവിടെ പിടിച്ചിട്ട് താഴേക്ക് ഇങ്ങനെ ഇട്ട് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റും. ഇത് വളരെ ഈസിയാണ്, നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും. അതും ഒരു പിൻ വെച്ച് സെക്വയർ ചെയ്യുക. താഴേക്ക് നമുക്ക് നല്ല ലെങ്ത്തിൽ വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെയ്യുന്നൊരു പണിയാണ്, ഡോറിൻ്റെ അപ്പുറത്തേക്ക് ഇട്ടിട്ട് ലോക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നീളത്തിൽ പ്ലീറ്റ്സ് എടുക്കാൻ പറ്റും. കണ്ടില്ലേ? അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ പണി. ഈ ബ്രൈഡൽ വർക്കിനൊക്കെ പോകുമ്പോൾ ഞാൻ യൂഷ്വലി ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. പിന്നെ ഇങ്ങനെ ചെയ്യാൻ പറ്റാത്തടത്താണെങ്കിൽ ഞാൻ റൂമിൽ വല്ല അഴയുണ്ടെങ്കിൽ അവിടെ ഹാങ് ചെയ്തിടും, അല്ലെങ്കിൽ ഞാൻ കർട്ടനിൽ വരെ പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ ഒരു സൗകര്യം പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ പ്ലീറ്റ് ഇടുക. കണ്ടില്ലേ? നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ കൈ ഉള്ളിലേക്ക് കടത്തി പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണിത്. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള ലെങ്ത് അത്രയും ഇങ്ങനെ ഞൊറിയെടുത്ത് പിൻ ചെയ്ത് എടുക്കുക. ഞാൻ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കുന്നത്. അപ്പോൾ എനിക്ക് ആവശ്യത്തിനുള്ള ലെങ്ത്തിനനുസരിച്ച് ഞാൻ പിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് അയണിങ് ആണ്. അയൺ ബോക്സോ അല്ലെങ്കിൽ സ്ട്രെയിനറോ കൊണ്ട് അയൺ ചെയ്യാവുന്നതാണ്. നമ്മൾ എടുത്തിരിക്കുന്ന ആ ലെങ്ത്ത് അത്രയും നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കുക. ഡോറിൻ്റെ അപ്പുറത്തേക്കുള്ള പോർഷൻ ആണ് ഞാനിപ്പോൾ എടുത്തിട്ട് അതും കൂടെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുകയാണ്. കാരണം താഴെയൊക്കെ നല്ല സ്റ്റഡി ആയിട്ട് കിടക്കണമല്ലോ. അപ്പോൾ നമ്മളിനി സാരി എടുക്കാൻ പോവാണ്. റൈറ്റ് സൈഡിലാണ് നമ്മൾ സാരി എടുക്കാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുത്തുന്നത്. അതിന് മുമ്പായിട്ട് അവിടെ ഒരു നോട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇട്ട് കൊടുക്കുന്നത് ആക്ച്വലി വളരെ നല്ലതാണ്. നമ്മുടെ അമ്മമാരുടെയൊക്കെ ട്രിക്കാണത്. അപ്പോൾ നമുക്കവിടെ ഒരു പിന്ന് കുത്തേണ്ട ആവശ്യം വരില്ല. മാത്രമല്ല അവിടെ നല്ലൊരു ഹോൾഡ് കിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ അറിയാതെയൊക്കെ സൈഡിൽ നിന്ന് ചവിട്ടിയാൽ അതിങ്ങോട്ട് പോരില്ല. ഇനി നമ്മൾ ചെയ്യാനുള്ളത് ബാക്കിലൊക്കെ നന്നായിട്ട് ടക്കിൻ ചെയ്ത് കൊടുക്കുക. ടക്കിൻ ചെയ്ത് ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം നേരെ നമ്മൾ ഷോൾഡറിൽ പ്ലീറ്റ് എടുത്ത് ഷോൾഡറിൽ ബ്ലൗസിൽ കുത്തി വയ്ക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് അതെടുക്കുക. നിലത്തിട്ട് വലിയണ്ടെന്ന് വിചാരിച്ചാണ് കേട്ടോ ഞാനവിടെ ഫ്രണ്ടിൽ ജസ്റ്റ് ഒന്ന് അകത്തേക്കാക്കി വെച്ചത്. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ട് കൈ ബാക്കിലേക്ക് എന്തോരം ഇറങ്ങാൻ പറ്റുമോ അത്ര ഇറക്കി പിന്നു കുത്തുക. അപ്പോഴാണ് നല്ലൊരു ഭംഗി വരിക. അല്ലെങ്കിൽ അത് ഷോൾഡറിൻ്റെ സൈഡിലേക്ക് പോരാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. ഇനി നമ്മളിങ്ങനെ ചരിച്ചെടുത്ത് അത്യാവശ്യം ടൈറ്റായിട്ട് വേണം എടുക്കാനായിട്ട്. കാരണം പിന്നീട് ലൂസാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കൂടുതൽ ടൈറ്റായിട്ട് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ് ലൂസായാലും അത് നിങ്ങൾക്ക് കറക്റ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ടൈറ്റാക്കി എടുത്ത് റൈറ്റ് സൈഡിൽ തുടയിൽ, ആക്ച്വലി തുടയിലല്ല അണ്ടർ സ്കേർട്ടിലും കൂടെ കൂട്ടി റൈറ്റ് സൈഡിൽ തുടയുടെ ആ ഭാഗത്തായിട്ടാണ് നമ്മൾ പിൻ ചെയ്യുന്നത്. അവിടെ പിൻ ചെയ്ത് വയ്ക്കുക.
ഇനി നമ്മൾ ഞൊറിയെടുക്കാൻ സ്റ്റാർട്ട് ചെയ്യുക. എപ്പോഴും റൈറ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം റൈറ്റ് സൈഡിൽ നമുക്ക് ഓൾറെഡി കുറച്ച് പോർഷൻ വിട്ടിട്ട് വേണം നമ്മൾ പ്ലീറ്റ്സ് എടുക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ലെഫ്റ്റ് സൈഡിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആ ഒരു ഗ്യാപ്പ് അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് റൈറ്റ് സൈഡിൽ നിന്ന് തന്നെ എടുക്കുന്നത്. നമ്മൾ ഷോൾഡറിലെടുത്ത പ്ലീറ്റിൻ്റെ പോലെ തന്നെ ഫസ്റ്റ് പ്ലേറ്റ് കുറച്ച് വലുതാക്കി എടുക്കുക. അതിനുശേഷം ബാക്കിയുള്ള പ്ലേറ്റ്സ് എല്ലാം അതിനേക്കാളും കുറച്ചും കൂടി ചെറുതായിട്ട് എടുക്കുക. ഈ ഒരു ടിപ്പ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമ്മൾ നടക്കുമ്പോൾ ആ ഒരു ഫസ്റ്റ് പ്ലേറ്റ് ഇങ്ങനെ വിടർന്നു പോകും. അപ്പോൾ അതൊരു നല്ല നീറ്റ് ലുക്ക് ഉണ്ടാവില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടിപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ പ്ലേറ്റ്സൊക്കെ എടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് പ്ലേറ്റ്സ് ഒന്ന് സെക്വയർ ചെയ്യണം. അതിന് മുമ്പ് ഈ കിടക്കുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, അത് അവിടെ കിടക്കട്ടെ. അതിപ്പോൾ നമുക്കൊന്നും ചെയ്യണ്ട. നമുക്ക് ആദ്യം പ്ലേറ്റ്സിൽ പിന്ന് കുത്താം. പ്ലേറ്റ്സിൽ പിന്ന് കുത്തുമ്പോഴും ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് എല്ലാം കൂടി ഇങ്ങനെ ഒരുമിച്ച് കൂട്ടിപ്പിടിച്ച് ഇങ്ങനെ ഒന്ന് കുടയണം കേട്ടോ നിങ്ങൾ. അപ്പോൾ അതൊന്ന് നല്ല സ്ട്രെയിറ്റ് ആവും. എന്തെങ്കിലും ചുളുക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോവും. ഇനി പ്ലീറ്റ്സിൽ പിന്ന് കുത്തുമ്പോൾ ഇതുപോലെ എല്ലാം കൂടെ ഒരുമിച്ചെടുത്ത് പിന്ന് കുത്തരുത്. അതിന് പകരം ഞാൻ എന്താ കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതേപോലെ ഓരോ പ്ലീറ്റ്സും ചെറിയ ചെറിയ ഗ്യാപ്പ് ഇട്ട് അങ്ങനെ പിന്ന് കുത്തുക. അപ്പോൾ അതാകുമ്പോൾ നന്നായിട്ട് നമ്മൾ നടക്കുമ്പോഴൊക്കെ ഒരു ഭംഗി ഉണ്ടാകും, അതിങ്ങനെ വിടർന്ന് കിടക്കുന്ന കാണാനായിട്ട്. മാത്രമല്ല ചിലരൊക്കെ സാരി എടുക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ആ ഒരു ഫസ്റ്റ് പ്ലീറ്റ് ഇങ്ങനെ ഓവർലാപ്പ് ചെയ്ത് ബാക്കി എല്ലാ പ്ലീറ്റ്സിനെയും ഹൈഡായിട്ട് നിൽക്കുന്നത്. ആ ഒരു പ്രോബ്ലം കൂടെ നമുക്കിങ്ങനെ ചെയ്യുമ്പോൾ സോൾവ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് എല്ലാ പ്ലീറ്റ്സും കൂടെ നന്നായിട്ട് ടക്കൻ ചെയ്ത് കൊടുക്കാം. ഉള്ളിലേക്ക് നന്നായിട്ട് ചുളിവൊന്നുമില്ലാതെ നിവർത്തി വെക്കുക. കണ്ടില്ലേ, നമ്മൾ ആ വിടർത്തി പിന്നുകുത്തിയ കാരണം കൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് താഴേക്ക് കിടക്കുന്ന കാണാൻ. ഇനി നമ്മളുടെ അടുത്ത പണിയെന്ന് വെച്ചാൽ അവിടെ കിടക്കുന്ന ആ പോർഷൻ അവിടെയൊക്കെ ഒന്ന് ഒതുക്കണം, അത് ബാക്കിലേക്ക് വെക്കണം. അതിന് മുമ്പ് നമുക്ക് ഈ ഒരു സൈഡ് ഒന്ന് ശരിയാക്കണം. അല്ല, അവിടെ കുറച്ച് ലൂസായിട്ട് കുറച്ച് കിടന്നിരുന്നില്ലേ, അത് നമുക്ക് ഇപ്പുറത്തൂടെ കൈയെടുത്ത് ഉള്ളിൽ കൂടെ കൈയെടുത്താൽ നമുക്കത് ഇപ്പുറത്ത് നമ്മുടെ കൈയെത്തും. ഇനി അവിടെ കൂടെ എടുത്തിട്ട് നമ്മളതിനെ വലിച്ച് ഇപ്പുറത്ത് കൊണ്ടുവരിക. നമുക്ക് എന്തോരം ടൈറ്റായിട്ടാണ് വേണ്ടതെന്ന് വെച്ചാൽ അത്രയും ടൈറ്റായിട്ട് എടുക്കുക. അത്യാവശ്യം ടൈറ്റായിട്ട് എടുക്കുന്നതാണ് നല്ലത്. കാരണം നമ്മളൊന്ന് നടന്നു കഴിയുമ്പോൾ കുറച്ചൊക്കെ ഒന്ന് ലൂസാവും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ടൈറ്റായിട്ട് എടുത്ത് വലിച്ച് ഇപ്പുറത്ത് കൊണ്ടുവരിക. അപ്പോൾ നമുക്കത് ആ പീസ് നമുക്ക് ഇപ്പുറത്തെ ഹോളിൽ കൂടെ കിട്ടി. അതിനപ്പുറത്തൂടെ വലിച്ച് നമ്മൾ ടൈറ്റായിട്ട് പിടിച്ചിരിക്കുന്ന സമയത്ത് നമ്മളുടെ ഹിപ്പിൻ്റെ അവിടെ ഒന്ന് ഷേപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അവിടെ കുറച്ച് ചുളുങ്ങിയൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ അവിടെ ഒന്ന് ഇങ്ങനെ ചെറിയൊരു പ്ലേറ്റ്സൊക്കെ ഇട്ട് കൊടുത്ത് അവിടെ ഒന്ന് ഷേപ്പ് വരുത്തുക. ഈ ഒരു സമയത്ത് ഈ സാരി സ്റ്റാർച്ച് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റിഫായിട്ട് നിൽക്കാത്തത് അതുകൊണ്ടാണ്, കുറച്ച് ചുളുക്കൊക്കെ വരുന്നത് അതുകൊണ്ടാണ്. പക്ഷേ ഔട്ട്പുട്ടിൽ നല്ല നീറ്റ് ലുക്ക് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് ലാസ്റ്റ് ഞാൻ കാണിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പുറത്തോടെ അത് വലിച്ചു കൊണ്ടുവന്നു. അപ്പോൾ നമ്മുടെ ഹിപ്പൊക്കെ റെഡിയാക്കി. ഇനി നമ്മളത് അണ്ടർസ്കണ്ടിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് അവിടെ ഒരു പിൻ വെച്ച് സെക്വയർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ എക്സസ് ആയിട്ട് കിടക്കുന്ന പോർഷൻ നമ്മൾ വലിക്കരുത്, പതുക്കെ വലിച്ച് നമ്മൾ അപ്പുറത്തൂടെ, അതായത് നമ്മളുടെ ആ പല്ലുവിൻ്റെ പോർഷൻ അങ്ങ് പൊക്കി കൊടുത്തിട്ട് അപ്പുറത്തൂടെ വലിച്ച് കൊണ്ടുവന്ന് ബാക്ക് സൈഡിൽ കൂടെ അതാ ഇങ്ങനെ കൊണ്ടുവന്ന് അവിടെയൊക്കെ നന്നായിട്ട് ടക്കിൻ ചെയ്യണം കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ പതുക്കെ കൊണ്ടുവരാനായിട്ട്. നമ്മളിപ്പോൾ ബാക്ക് സൈഡിലൊക്കെ വെറുതെ അത് അങ്ങോട്ട് ടക്കിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവിടെ ഇങ്ങനെ ചുളുങ്ങിക്കിടക്കും പുറകിൽ. അതുകൊണ്ട് നമ്മൾ അതിനെ കൊണ്ടുവന്ന് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരിക. ഫ്രണ്ട് മീൻസ് നമ്മളുടെ ആ ഒരു ഹിപ്പിൻ്റെ ആ ഒരു പോർഷനിൽ അവിടെ ആ സൈഡിൽ കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് അവിടെ ആ ഒരു ഷേപ്പും കിട്ടും. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ സാരി ഡ്രൈപ്പിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അയൺ ചെയ്തപ്പോൾ പിന്നു കുത്തി വെച്ചിരുന്നതാണ്. ആക്ച്വലി നമുക്ക് ഇത്രയും ലെങ്ത്തിൽ അയൺ ചെയ്ത് എടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ അവിടെയൊക്കെ നല്ല ആ ഒരു പ്ലീറ്റ്സ് നമുക്കിങ്ങനെ ഒരു ഷേപ്പ് കിട്ടും. ഓക്കെ, അപ്പോൾ കഴിഞ്ഞു നമ്മുടെ സാരി ഡ്രൈപ്പിംഗ്. ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പം നമ്മുടെ ഫ്രണ്ടിലുള്ള പ്ലീറ്റ്സൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തൊക്കെ ഒന്ന് കൊടുക്കുക. എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ജസ്റ്റ് ശരിയാക്കുക. പിന്നെ നിങ്ങളിത് ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടതാണ് ആ പ്ലീറ്റ്സും അണ്ടർസ്കർട്ടും കൂടെ കൂട്ടി ഒരു വലിയ പിന്നെടുത്ത് കുത്തുക. വലിയ പിന്നെടുക്കുക. പിന്നെ കയറാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് കയറിക്കോളും. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളിപ്പോൾ ബസ്സിലൊക്കെ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ സുഖമാണ്. ആര് ചവിട്ടിയാലും സാരി എന്തായാലും ഊരി പോവില്ല. അപ്പോൾ ഞാനിനി ബ്ലൗസ് കൂടെ ഒന്ന് ഇട്ടിട്ട് എൻറ്റയർ ലുക്ക് കാണിക്കാം.
ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ഓണത്തിന് സെറ്റ് സാരി കൊടുത്ത് അടിച്ചുപൊളിയൊന്നും ഇല്ല ആക്ച്വലി. പക്ഷേ എന്നാലും നമ്മുടെ വീട്ടിലാണെങ്കിലും അല്ലെങ്കിൽ ചെറിയ ചെറിയ ഫാമിലി ഗെറ്റ് ടുഗദേഴ്സ് ഒക്കെ ഉണ്ടാവില്ലേ, വലുതായിട്ടൊന്നും ഇല്ലെങ്കിലും. അപ്പോൾ നമ്മുടെ ഈ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ ഒരു സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു അവസ്ഥയല്ല. എങ്കിൽ പോലും നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ ചെറുതായിട്ടൊന്നൊക്കെ സെലിബ്രേറ്റ് ചെയ്യല്ലേ. അപ്പോൾ എന്നാൽ പോലും നമ്മൾ ഫോട്ടോസ് എടുക്കാം, അതാണ് മെയിൻ. അപ്പോൾ പിന്നെ എന്തായാലും ആരും സെറ്റ് സാരി ഒന്നും എടുക്കാതിരിക്കില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. Again, happy Onam to everyone. Bye.